മൈന വന്നു. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കിട്ടാൻ കണ്ടിട്ടേയില്ല. അത് തോന്നി മൈക്ക് അടുത്ത് ചെന്നാൽ അതിന് കയ്യിലെടുക്കാം. മൈന ഒച്ചയുണ്ടാക്കി. എന്താ സർ? എടാ, നീ ഇത് എന്തുദ്ദേശത്തിലേ മാറിയിരിക്കുന്നേ? നീ ഒന്ന് അങ്ങോട്ട് വാ, അല്ലെങ്കിൽ തന്നെ ബന്ധുക്കൾ അവിടെ കിടന്ന് ബഹളം തുടങ്ങി. രാവിലെ തൊട്ട് പിടിച്ചേക്ക് വരണം. എത്ര നേരം വെച്ചാ ഞാൻ എനിക്ക് ആളുകളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ മോളെ കൊണ്ട് ചിതകത്തിപ്പിക്കേണ്ടതുകൊണ്ട് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. അവരെഴുതി വെച്ചതല്ലേ, അവിടെ തന്നെ ചെയ്തു. സ്വാമിയേ ശരണമയ്യപ്പ. താരകാംബരമേ ജപമാലയൂരുകയോ മൂകമാനസമോ ചിത പോലെ നീറുകയോ കുളിരു പെയ്യണ വെണ്ണിലാവും വീണു പൊള്ളുകയോ തനിയേ ഇനി നീ അച്ചായി വരുമോള്. അച്ചായി അയ്യപ്പൻ്റെ അടുക്ക പോയതാ. വരും. നാളെ തന്നെ പോകേണ്ടതുകൊണ്ടാ ഇതൊക്കെ ഇന്ന് തന്നെ പറയാമെന്ന് വെച്ചത്. മൊത്തം എത്ര കസേരയുണ്ട്? 50 എണ്ണോ? അമ്മയ്ക്ക് വയ്യാതിരിക്കുകയല്ലേ, നാളെ ഞങ്ങൾ പോകുമ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോകാൻ സൗമ്യേ. അപ്പൊ കൊച്ചും സൗമ്യം അവരുടെ കാര്യമോ? നമുക്ക് ബാങ്കിലൊന്നുകൂടെ സംസാരിച്ച് നോക്കാം. അവർ കുറച്ച് സമയം ഇവിടെ
നീ മിണ്ടാരിടാ. ജയേ, എന്നെയൊക്കെ ചെറുപ്പം തൊട്ട് എനിക്കറിയാവുന്ന നിങ്ങൾക്കൊരു ആധാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ അവൻ ഈ വീടിന്റെ ആധാരം കൊണ്ട് പണയം വെച്ചത്. അല്ല അത് പിന്നെ ഏത് പിന്നെ? കെട്ടിച്ചു വിട്ടേ പിന്നെ ജയ എത്ര തവണ ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്? അത് ചേട്ടന് KSB ലീവ് കിട്ടാത്തോണ്ടല്ലേ? അത് ഈ provident ഇവളുടെ കാര്യമൊക്കെ നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അവരെ ഞാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോക്കോളാം. വീടിച്ചിരി ചെറിയ വീടാന്നുള്ളൂ. ഒരു കൂടപ്പുറവനെ പോലെ ഞാൻ നോക്കിക്കോളാം. നീ ഇന്ന് ഇവിടെ കിടന്നോ, ഞാൻ നാളെ രാവിലെ വരാം. അളിയോ, കഞ്ഞി കുടിക്കേ. കന്യായ ഓർമ്മതൻ വിരലോടവേ അറിയാതെ നീയരിയേ രാവുകൾ പകലാകെയും ചുടുതീങ്ങലാൽ നിറയേ മെല്ലെ നിന്റെ കിനാവിനെ അഴകോട് തുന്നുകയോ മഞ്ഞുമൈനകൾ പിന്നെയും ചിറകാർന്നു മൂളുകയോ മിഴിനീർക്കടം പൊഴിയാതിനെ കരയാതിനെ മകളെ. കഴിക്കണ്ടേ? വേണ്ടമ്മ. അമ്മ മോളോടൊരു കാര്യം പറഞ്ഞാൽ കല്ലു കേൾക്കോ? നാളെ തൊട്ട് കല്ല് സ്കൂളിൽ പോകണം. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ ചങ്ങാതി വാ